അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതൽ 22 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. വിശ്വാമിത്ര ഉവാച മുനേ ധേനുസഹസ്രം തേ ഘടോഘ്നീനാം ദദാമ്യഹം നന്ദിനീം ദേഹി മേ ധേനും പ്രാർത്ഥയാമി പരന്തപ. വസിഷ്ഠ ഉവാച ഹോമധേനുരിയം രാജൻ ന ദദാമി കഥഞ്ചന സഹസ്രം ചാപി ധേനൂനാം തവേദം തവ തിഷ്ഠതു. വിശ്വാമിത്ര ഉവാച അയുതം വാധലക്ഷം വാ ദദാമി മനസേപ്സിതം ദേഹി മേ നന്ദിനിം സാധോ ഗ്രഹീഷ്യാമി ബലാദധാ. വസിഷ്ഠ ഉവാച കാമം ഗൃഹാണ നൃപതേ ബലാദദ്യയധാരുചി നാഹം ദദാമി തേ രാജൻ സ്വേച്ഛയാ നന്ദിനീം ഗൃഹാൽ. തച്ഛ്രുത്വാ നൃപതിർഭൃത്യാനാദിദേശ മഹാബലാൻ നയധ്വം നന്ദിനിം ധേനും ബലദർപ്പസു സംസ്ഥിതാ. തേ ഭൃത്യാ ജഗൃഹുസ്താം തു ഹഠാദാക്രമ്യ യന്ത്രിതാം വേപമാനാം മുനിം പ്രാഹ സുരഭി സാശ്രുലോചന. മുനേ ത്യജാസി മാം കസ്മാൽ
കർഷയന്തി സ്വയന്ത്രിതാം മുനിസ്താം പ്രത്യുവാചേദം ത്യജേനാഹം സുദുഗ്ധദേ ബലാന്മയതി രാജാസൗ പൂജിതോദ്യമയാ ശുഭേ കിം കരോമി ന ചേച്ഛാമി ത്യക്തും ത്വാം മനസാ കില ഇത്യുക്താ മുനിനാഥേനു ക്രോധയുക്താ ബഭൂവഃ ഹംഭാരവം ചകാരാശു ക്രൂരശബ്ദം സുദാരുണം ഉദ്ഗതാസ്തത്ര ദേഹാത്തു ദൈത്യാ ഘോരതരാസ്തദാ സായുധാസ്തിഷ്ഠതിഷ്ഠേതി ബ്രുവന്ത കവചാവൃതാം സൈന്യം സർവം ഹതം തൈസ്തു നന്ദിനിം പ്രതിമോചിത ഏകാകീ നിർഗതോ രാജാ വിശ്വാമിത്രോതി ദുഃഖിത സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ മഹാലക്ഷ്മീ നമഃ ശ്രീ മഹാസരസ്വത്യൈ നമഃ ശ്രീ ജഗദംബികായൈ നമഃ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം മുതൽ 22-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വിശ്വാമിത്രം പറഞ്ഞു, നന്ദിനിയെ എനിക്കേകു പകരമായി ശ്രേഷ്ഠമായ 1000 പശുക്കളെ ഞാൻ തിരിച്ചു നൽകാം. വസിഷ്ഠൻ പറഞ്ഞു, ഹോമധേനുവാകുമിവൾ വേണ്ടതെല്ലാം നൽകിയിടുന്നു, ഇവളെ തരില്ല താനും മടങ്ങിടുക. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വിശ്വാമിത്രം പറഞ്ഞു, 10,000 ലക്ഷം പശുക്കളെ നൽകാം, നന്ദിനിയെ തന്നില്ലെങ്കിൽ കൊണ്ടുപോകും ഞാൻ. വസിഷ്ഠൻ പറഞ്ഞു, ബലമായിട്ടാണെങ്കിലും അങ്ങീനെയാവട്ടെ രാജൻ, എൻ്റെ സമ്മതത്തോടവ നടക്കുകയില്ല. ഇതു കേട്ടു വിശ്വാമിത്രൻ ഭടന്മാരോടൊതിയപ്പോൾ നന്ദിനിയെ ഇപ്പോൾ തന്നെ പിടിച്ചു കെട്ടു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഭടന്മാരോ ബലമായി പിടിച്ചു കെട്ടിയ നേരം നിറ കണ്ണുകളോടവെ ധേനു മൊഴിഞ്ഞു. അങ്ങനെ ഉപേക്ഷിച്ചുവോ
ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഇന്നു ഞാൻ സൽക്കാരം ചെയ്ത രാജാവാണു വിശ്വാമിത്രൻ. മനഃശാപി നിന്നെ ഞാനും ഉപേക്ഷിക്കില്ല. വസിഷ്ഠന്റെ വാക്കു കേട്ടു, വസിഷ്ഠന്റെ വാക്കു കേട്ടു ക്രുദ്ധയായി കാമധേനു അമ്പ എന്ന ശബ്ദത്തോടെ അമറിയപ്പോൾ അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ധേനുവിന്റെ ദേഹജമായി അസുരന്മാർ പുറത്തെത്തി വിശ്വാമിത്ര ഭൃത്യന്മാരെ അട്ടിയോടിച്ചു. സൈന്യങ്ങളെ കൊന്നൊടുക്കി നന്ദിനിയെ മോചിപ്പിച്ചു. സൈന്യങ്ങളെ കൊന്നൊടുക്കി നന്ദിനിയെ മോചിപ്പിച്ചു. വിശ്വാമിത്രൻ ദുഃഖിതനായി മടങ്ങിപ്പോയി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, അമ്മേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതോപാസന അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 250-ാമത്തെ ദിവസമാണ് ഇന്ന്. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതൽ 22 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. നന്ദിനി എന്ന ആ കാമധേനുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രഭാവം കണ്ട് നന്ദിനിയെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെടുന്ന വിശ്വാമിത്രൻ ആദ്യം യാചിച്ച് അതിനെ തനിക്ക് തരണം എന്ന് വസിഷ്ഠമുനിയോട് അപേക്ഷിക്കുന്ന രംഗം അതുവരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. വിശ്വാമിത്രൻ അപേക്ഷിക്കുകയാണ്, മുനേ ധേനുസഹസ്രം തേ ഘടോഘ്നീനാം ദദാമ്യഹം നന്ദിനിം ദേഹി മേ ധേനും പ്രാർത്ഥയാമി പരന്തപ. ഹേ മഹർഷേ, മുനിയോട് പറയുകയാണ്, അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. പ്രാർത്ഥയാമി,
എന്താ ഞാൻ പ്രാർത്ഥിക്കണത്? ഈ നന്ദിനിയെ എനിക്ക് തരൂ. അതിനു പകരം എന്തു തരാം? കുടത്തിനൊത്ത അകിടുള്ള, അത്രയും വലിയ അകിട്, ധാരാളം പാലുള്ള 1000 പശുക്കളെ ഞാൻ അങ്ങക്ക് പകരമായിട്ട് തരാം. ഈ നന്ദിനിയെ എനിക്ക് തരൂ. ഇത് കേട്ടപ്പോൾ വസിഷ്ഠൻ എന്തു പറഞ്ഞു? ഹോമധേനുരിയം രാജൻ ദദാമി കഥഞ്ചന. രാജാവേ, ഇത് ഹോമപശുവാണ്. ഹോമത്തിന് ഉപയോഗിക്കുന്ന, ഹോമത്തിന് വേണ്ടത് മുഴുവൻ നൽകുന്ന ഈ പശുവിനെ ഞാൻ ഒരിക്കലും അങ്ങക്ക് തരില്ല. സഹസ്രം ചാപിധേനൂനാം തവേദം തവ തിഷ്ഠതു. അങ്ങയുടെ 1000 പശുക്കളെ എനിക്ക് തരാന്ന് പറഞ്ഞില്ലേ, അത് അങ്ങയുടെ ഗോശാലയിൽ തന്നെ നിന്നോട്ടെ, എനിക്കതിൽ താല്പര്യമില്ല. ഒരു നിലയ്ക്കും ഈ കാമധേനുവിനെ, ഈ ഹോമധേനുവിനെ, ഈ നന്ദിനിയെ ഞാൻ അങ്ങക്ക് തരില്ല. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ വീണ്ടും പറഞ്ഞു, 1000 എന്നാണല്ലോ പറഞ്ഞത്. അടുത്തതായിട്ട് പറഞ്ഞു, അയുതം വാധലക്ഷം വാ ദദാമി മനസേപ്സിതം. അങ്ങയുടെ ആഗ്രഹം എന്തെങ്കിലും ആവട്ടെ, എന്തായാലും 1000 പകരം 10000 ധേനു, അല്ലെങ്കിൽ 1,00,000 ധേനു, എത്ര വേണമെങ്കിലും പശുക്കളെ തരാം. ദേഹിമേ നന്ദിനിം സാധോ ഗ്രഹീഷ്യാമി ബലാദധ. ഹേ താപസ, ആ നന്ദിനിയെ എനിക്ക് തരൂ. അതല്ലെങ്കിൽ ഗ്രഹീഷ്യാമി ബലാദധ, ഞാനതിനെ എൻ്റെ ശക്തി ഉപയോഗിച്ച് ബലമായി പിടിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, കാമം ഗൃഹാണ നൃപതേ ബലാദദ്യ യഥാ രുചി നാഹം ദദാമി തേ രാജൻ സ്വേച്ഛയാ നന്ദിനീം ഗൃഹാൽ. രാജാവേ, അങ്ങ് ബലമായിട്ട് കൊണ്ടുപോവും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയിക്കോളൂ, വിരോധമില്ല. പക്ഷേ നാഹം ദദാമി സ്വേച്ഛയാ, ഞാൻ എൻ്റെ സമ്മതത്തോടുകൂടി, എൻ്റെ ഇച്ഛയോടുകൂടി ആ പശുവിനെ ഞാൻ അങ്ങക്ക് തരില്ല. ഈ ആശ്രമത്തിൽ നിന്ന്, എൻ്റെ ഗൃഹത്തിൽ നിന്ന്, ഈ ആശ്രമത്തിൽ നിന്ന് അതിനെ എൻ്റെ അനുവാദത്തോടുകൂടി അങ്ങക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. തച്ഛ്രുത്വാ നൃപതിർഭൃത്യാനാദിദേശ മഹാബലാൻ നയധ്വം നന്ദിനിം ധേനും ബലദർപ്പസു സംസ്ഥിത. ബലദർപ്പം, ആ ബലം കൊണ്ട് ദർപ്പമുണ്ടായ. അവിടെ പറയുകയാണ്, വിശ്വാമിത്രൻ മഹാബലവാന്മാരായിട്ട് തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. എന്താത്? നയധ്വം നന്ദിനിം ധേനും, നിങ്ങൾ ആ നന്ദിനി എന്ന പശുവിനെ പിടിച്ചുകൊണ്ടുവരൂ. ബലവും കയ്യൂക്കുള്ള ആളുകളല്ലേ നിങ്ങൾ, ആ നന്ദിനി പശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ, എനിക്ക് ആ പശുവിനെ ആവശ്യമുണ്ട്. ഇത് കേട്ടപ്പോഴോ, തേ ഭൃത്യാജ ഗൃഹസ്ഥാം തു ഹഠാദാക്രമ്യയന്ത്രിതാം. ആ ഭൃത്യന്മാര് അവിടെ ചെന്ന് ആ നന്ദിനിയെ ബലമായി പിടിച്ചു കെട്ടി മുമ്പോട്ട് നടത്തി. വേപമാനാം മുനിം പ്രാഹ, വിറച്ചുകൊണ്ട് മുനിയോട് ആ ധേനു, ആ പശു പറഞ്ഞു. വിറച്ചുകൊണ്ടാണ് വസിഷ്ഠനോട് പറഞ്ഞ്, വിറയ്ക്കുകയാണ് പാവം. മുനേ ത്യജസിമാം കസ്മാൽ കർഷയന്തി സ്വയന്ത്രിതാം. മുനേ, അങ്ങ് എന്നെ ഉപേക്ഷിക്കുകയാണോ? എന്നെ ഉപേക്ഷിച്ചതാണോ? അല്ലെങ്കിൽ ഇവരെന്തിനാണ് എന്നെ കെട്ടിവലിക്കുന്നത്? മുനിസ്ത്വാം പ്രത്യുവാചേദം ത്യജേനാഹം സുദുഗ്ധതേ. അപ്പൊ മുനി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, നറുമ്പാല് തരുന്ന സുദുഗ്ധതയായിരിക്കുന്ന നന്ദിനി, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ബലാന്നയതി രാജാസോ, ഈ രാജാവ് ബലാത്കാരമായി നിന്നെ അപഹരിച്ചു കൊണ്ടുപോവാണ്. ആരാ ഈ രാജാവ്? പൂജിതോദ്യ മയാശുഭേ, എന്നാൽ പൂജിക്കപ്പെട്ട, നിന്റെ സഹായം കൊണ്ട് ഞാൻ ഒരുപാട് ആഹാരവും ഒക്കെ കൊടുത്തു ഇദ്ദേഹത്തിന്. അങ്ങനെയുള്ള രാജാവാണ് ഇപ്പോ നിന്നെ ബലമായി പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്നത്. കിം കരോമി നേക്ഷാമി, ഞാൻ എന്താ ചെയ്യ? നേക്ഷാമി തെക്വം ത്വാം മനസാക്കില്ല, നിന്നെ മനസ്സുകൊണ്ട് പോലും ഉപേക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് കഴിയില്ല. ഇതങ്ങനെ കേട്ടില്ലേ? ഇത്യുക്വാ മുനിനാ, മുനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോ ധേനു, നന്ദിനിക്ക് തോന്നി, അത് ശരി, തൻ്റെ സ്വാമി തന്നെ ഉപേക്ഷിച്ചിട്ടല്ല, തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോവാണ് എങ്കിൽ ക്രോധയുക്താ ബഭൂവഹ, വല്ലാത്ത ദേഷ്യം വന്നു, ക്രുദ്ധയായി. ഹംഭാരവം ചകാരാശു,
അതിഭയങ്കരമായൊരു ശബ്ദം, അംബ അംബ എന്ന് ഉറയ്ക്കുന്ന അമറിയുന്നാണ്. ക്രൂരശബ്ദം സുദാരുണം, അതിഭയങ്കരമായിരിക്കുന്ന ശബ്ദത്തോടെ അംബ എന്ന് ഉറക്കെ അമറി ആ പശു. ഉദ്ഗതാസ്തത്ര ദേഹാസ്തു ദൈത്യാഘോരതരാസ്തദാ. ആ സമയത്ത് ആ ധേനുവിൻ്റെ ശരീരത്തിൽ നിന്നും അതിഭയങ്കരന്മാരായിരിക്കുന്ന ദൈത്യന്മാര്, അസുരന്മാര് പുറത്തേക്ക് ചാടി. ഉദ്ഗതാസ്തത്ര സായുധാസ്തിഷ്ഠതിഷ്ഠേതി ബ്രുവന്ത കവചാവൃത. കവചവും ആയുധവും ഒക്കെ ധരിച്ചിട്ട് അവര് നിൽക്കവിടെ, തിഷ്ഠ തിഷ്ഠ, നിൽക്കവിടെ എന്ന് ബലമായി ഉറക്ക പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രന്റെ ആ ഭൃത്യന്മാരുടെ കയ്യൂക്ക് കാണിച്ച, ബലം കാണിച്ച അവരുടെ നേരെ പാഞ്ഞെടുക്കണു ഈ അസുരന്മാര്. സൈന്യം സർവം ഹതം തൈസ്തു നന്ദിനിം പ്രതിമോചിത. രാജാവിൻ്റെ സൈന്യത്തെ മുഴുവൻ ക്ഷണത്തിനുള്ളിൽ, ആ വളരെ എളുപ്പത്തിൽ അനായാസേന കൊന്നു തള്ളി തോൽപ്പിച്ചു. എന്നിട്ടോ ആ നന്ദിനിയെ മോചിപ്പിച്ചു. നന്ദിനിം പ്രതിമോചിത. ഏകാകി നിർഗതോ രാജ വിശ്വാമിത്രോതി ദുഃഖിത. വിശ്വാമിത്രൻ തൻ്റെ സൈന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഏകാകിയായി അതിദുഃഖിതനായി വിശ്വാമിത്രൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആ യാത്രയിൽ വിശ്വാമിത്രൻ്റെ ചിന്തകളാണ് നമ്മളിനി നാളെ കേൾക്കുക. ഏതായാലും ഈ 22-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ 250 ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് നമുക്ക് കൈമുതലായിട്ടുള്ളത്. ആ ഭക്തപാരിജാതമായിരിക്കുന്ന അമ്മ, ജഗജ്ജനനിയായിരിക്കുന്ന അമ്മ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.